കാസർഗോഡ് പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയ സംഭവത്തിൽ പ്രതിഷേധവുമായി സിപിഐഎം പാണത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കാസർഗോഡ് നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി സിജു കണ്ണൻ കൂടി ചേരുകയാണ്. സിജു കണ്ണൻ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ മുതൽ കാസർഗോഡ് പാണത്തൂരിലെ കുടുംബാരോഗ്യ കേന്ദ്രം അടച്ചുപൂട്ടിയ സംഭവത്തിലാണ് ശക്തമായ പ്രതിഷേധമുയരുന്നത്. ഡോക്ടർമാരിൽ എന്ന പേര് പറഞ്ഞാണ് പാണത്തൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ നിഷേധിക്കുന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ ചികിത്സ നാട്ടുകാർക്ക് ലഭ്യമാകില്ലെന്ന നോട്ടീസാണ് ഇവിടെ പതിപ്പിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് സിപിഐഎമ്മിന്റെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധമെന്ന പാണത്തൂരിൽ നടന്നു. പാണത്തൂർ നഗരത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. പാണത്തൂർ നഗരം ചുറ്റി കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് പ്രതിഷേധ മാർച്ച് അവസാനിച്ചത്. സിപിഐഎം പാണത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച് സംഘടിപ്പിച്ചത്. സിപിഎം പനത്തടി ഏരിയ സെക്രട്ടറി പി മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതേസമയം തന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു ഇബ്രഹാമിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട്. മലയോരത്ത് ആരോഗ്യ കേന്ദ്രങ്ങൾ അടച്ചിടലിന്റെ വക്കിലായിരിക്കുന്നത് വലിയ ദുരിതകാലത്ത് വലിയ ദുരന്തമായി മാറുകയാണ് ആരോഗ്യ വകുപ്പ് എന്നാണ് പറയുന്നത്. ഏതാനും ദിവസങ്ങൾക്ക് മുന്നേ മലയോരത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രമായ പൂടങ്കല്ല് താലൂക്ക് ആശുപത്രിയിൽ രാത്രികാല ചികിത്സയുൾപ്പെടെ നിശ്ചയിച്ചിരുന്നു. കുറവ് കാരണം പിന്നീട് വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഇവിടെ ചികിത്സ പകൽ സമയത്തെങ്കിലും ലഭ്യമാകുന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയത്. മഴക്കാല രോഗങ്ങളും ദുരിതങ്ങളും വ്യാപിക്കുന്ന സാഹചര്യത്തിൽ മലയോരത്തെ പ്രധാന ആരോഗ്യ കേന്ദ്രങ്ങൾ പ്രവർത്തന യോഗ്യമല്ലാതായാൽ വലിയ ദുരിതത്തിലൂടെ കടന്നുപോകുമെന്ന് സാബു ഇബ്രഹാം ഓർമ്മിപ്പിക്കുന്നു. മേഖല വലിയ രീതിയിൽ സാധാരണക്കാരായ ജനങ്ങൾ ആശ്രയിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ്. കർണാടകയിലെ കരിക്ക്, കാസർഗോഡ് ജില്ലയിലെ പനത്തടി പഞ്ചായത്തിലെ നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ആരോഗ്യ കേന്ദ്രമാണ്. അടിയന്തരമായി ഇവിടെ ഡോക്ടർമാരെ നിയമിക്കണമെന്ന് സാബു ഇബ്രഹാം ആവശ്യപ്പെട്ടു. ഈ ഡോക്ടർമാരെ നിയമിക്കാത്ത സാഹചര്യം വന്നാൽ ജനപ്രതിനിധികളെ ഉൾപ്പെടെ അണിനിരത്തി DMO ഓഫീസിന് മുന്നിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കേണ്ട സാഹചര്യം നിലനിൽക്കുന്നു. പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും സാബു ഇബ്രഹാം വ്യക്തമാക്കിയിട്ടുണ്ട്.